കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ആരോ ഒരാളാണ് അത് എഴുതിയിട്ടുള്ളത്. ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി വായിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ എത്രയോ വീഡിയോസിൽ എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ളതെന്നറിയാമോ. അതിലെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൻഷൻ പ്രായത്തിലേക്ക് എത്തി അല്ലെങ്കിൽ പെൻഷനായി വീട്ടിൽ നിൽക്കുന്നവർ, ഇനി ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് കരുതി നിൽക്കുന്നവർ, നിങ്ങൾ ഒരിക്കലും വീട്ടിലിരുന്ന് പോവില്ല. നിങ്ങൾ ജോലി ചെയ്യണ്ട, പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിൽ ജോലി ചെയ്യാൻ പറ്റും മറ്റൊരു രീതിയിൽ. ഇപ്പോൾ അടുത്ത അമ്പലമുണ്ടെങ്കിൽ ആ അമ്പലത്തിലെ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ വായനശാല അങ്ങനെയൊക്കെയുള്ള കുറേ, അല്ലെങ്കിൽ പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളൊരു മെമ്പറാകുക, അല്ലെങ്കിൽ അവിടെ ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഖജാൻജിയോ എന്താണോ നിങ്ങൾക്ക് പറ്റുന്ന മേഖല, അവിടേക്ക് നിങ്ങൾ ചേക്കേറുക. ആ ഒരു സ്ഥാനം അലങ്കരിച്ച് മുന്നോട്ടുള്ള ജീവിതം നയിക്കുക. ഇത് തന്നെ എഴുതിയിട്ടുണ്ട് ആ പത്രത്തിൽ. അപ്പം ഞാൻ ഓർത്ത് കണ്ട, പക്ഷെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഡോക്ടറേറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എൻ്റെ ആശയങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും മടിയായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ആളുടെയും വാക്കുകൾ കേട്ടിട്ട് അത് പകർത്തിയെടുത്തിട്ട് അതെൻ്റെ ചിന്തയുമായി ചേർത്ത് അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കുന്നത്. ഞാൻ നന്നായിട്ട് ആലോചിച്ച് കണ്ടെത്തിയ കുറേ കാര്യങ്ങളാണ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അപ്പച്ചിയോട് സംസാരിച്ചു. അപ്പം വെളിയിലാണ് അപ്പച്ചി, അതായത് ഹൈദരാബാദിലാണ്. അപ്പം ഇവിടെ നാട്ടിൽ അണ്ണന്മാരൊക്കെ ഉണ്ട്, ആങ്ങളമാർ. അപ്പോൾ അവരെല്ലാവരും വിളിക്കുന്നുണ്ട്, നാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ അപ്പച്ചിക്ക് വരാൻ മടിയാണ്. കാരണം എല്ലാവരും വിവാഹം കഴിച്ചു, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പം അപ്പച്ചിക്ക് വന്ന് അങ്ങനെ നിൽക്കാനൊരു ബുദ്ധിമുട്ട്, അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ളത്. പക്ഷേ എനിക്കറിയാം അപ്പയ്ക്ക് വരണം എന്ന് നല്ല താല്പര്യമുണ്ട്. പക്ഷേ വന്നതിന് ശേഷം അവർക്കൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെയൊക്കെ മുഖം മാറും, സ്വഭാവം മാറും. അത് കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ആണെങ്കിൽ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമേ ഇങ്ങനെയൊക്കെ വന്ന് എല്ലായിടത്തും കുറച്ച് ദിവസമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ദിവസം എല്ലാ വീട്ടിലും നിൽക്കുന്നത് വെച്ചാൽ എല്ലാവരുടെയും 3 വീടുകളുണ്ട്. അച്ഛൻ്റെ 2 ചേട്ടന്മാർ, പിന്നെ അച്ഛന് ഈ പെങ്ങൾ കൂടാതെ ഒരു പെങ്ങളുണ്ട്, അവിടെയും പോയി നിൽക്കാം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. ഈ എല്ലാ വീട്ടിലും അച്ഛന്മാരും അമ്മമാരും ഒന്നുമില്ല, എല്ലാവരും നേരത്തെ തിരിച്ചു പോയതാണ്. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ട്, അച്ഛൻ നേരത്തെ പോയി. അപ്പോൾ അങ്ങനെ എല്ലാ വീട്ടിലും ബാക്കിയുള്ള ആൺകുട്ടികൾ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ പോയി നിൽക്കാം. അപ്പോൾ ഇപ്പോൾ ഈ അണ്ണന്മാരുണ്ടല്ലോ, ശരിക്കും ഒറ്റപ്പെടുന്ന ഒരു ഫീൽ. കാരണം അച്ഛനും അമ്മയും ഉള്ളത് ഒരു സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലും ഒരാളുടെ വൈഫ് ജോലിക്ക് പോകുന്നുണ്ട്, അടുത്ത് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഒരു സ്ഥാപനം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതിലോടൊന്നും വീട്ടിലാർക്കും അങ്ങനെ താല്പര്യം ഇല്ല, അങ്ങനെയൊക്കെ പോകുന്ന. അപ്പോൾ എൻ്റെ അണ്ണനപ്പോൾ ആ സമയത്ത് ഫ്രീ ആണ് വീട്ടിൽ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. വൈകുന്നേരമാണ് അണ്ണന് ജോലിക്ക് പോകേണ്ടത്. അപ്പോൾ അതുവരെയൊക്കെ പകലൊക്കെ ഫ്രീ ആണല്ലോ. അപ്പം അപ്പച്ചി വരുവാണെങ്കിൽ ഇവർക്കൊക്കെ സംസാരിക്കാൻ ഒരുപാട്. കാരണം അണ്ണനൊക്കെ അപ്പച്ചിയുടെ വീട്ടിൽ, അതായത് ഹൈദരാബാദിലൊക്കെ ഒരുപാട് വർഷം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും നാൾ അവിടെ നിന്നതുകൊണ്ട് ഇവർക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാൻ കാണും. ഈ പഴയ കാര്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് ഓർക്കുമ്പോൾ രസമുള്ള
അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാനിന്ന് മാക്സിമം പറഞ്ഞു വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പച്ചയ്ക്ക് ഒരു മോനാണ്, മോൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണുള്ളത്. എല്ലാവരും വിവാഹം കഴിച്ച് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയിട്ട് സെറ്റിൽഡാണ്. അപ്പം ഞാൻ പറഞ്ഞു മോനോട് ചോദിക്കും, അവൻ ഓക്കെയാണ്, അവന് സമ്മതമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ ചോദിച്ച് വരാൻ നോക്ക്. വന്നിട്ട് കുറച്ച് നാളൊക്കെ എല്ലാവരുടെയും കൂടെ നിന്നിട്ട് അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ നമ്മളെ അറിയാവുന്ന ആൾക്കാരുണ്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവരോട് വരിക, അതുപോലെ തന്നെ തിരിച്ചും അവരോട് പോവാം. അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുവിടാനും ഉണ്ടെങ്കിൽ കൊണ്ടുവിടും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടം ഞാനിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വരണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. കാരണം അപ്പച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പം കഴിഞ്ഞ വർഷമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എത്രയാണെന്ന് പറഞ്ഞാലും മക്കൾ മരുമക്കൾ എല്ലാവരും നല്ല രീതിയിൽ നിന്നാലും ഒരു മകൾ അവിടെ തന്നെയാണ്, ഹൈദരാബാദിൽ തന്നെയാണ് സെറ്റിൽഡായിട്ട്. അപ്പോൾ അവിടെയും പോയി നിൽക്കും ഇടയ്ക്ക്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നഷ്ടം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ആ ഒരു സ്നേഹം നഷ്ടപ്പെടുമ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും, ഇല്ലേ? അതിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. പക്ഷെ ആ ഭർത്താവിനോട് സംസാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മറ്റുള്ള ഒരാളോട് സംസാരിക്കുകയില്ല. അതുപോലെ തന്നെ ഭാര്യയോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ നഷ്ടപ്പെട്ടാൽ, ഭാര്യയോ ഭർത്താവോ നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ ആളില്ലാത്ത ഒരവസ്ഥ, അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഇല്ലാണ്ടാകുമ്പോഴുള്ള പ്രശ്നം. അതുവരെ നമുക്കെല്ലാം പറയാനുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് അറിയില്ല നമ്മളുടെ കൂടെയുള്ള ആളുടെ വില എന്താണ്. പക്ഷെ ആ ആൾ ഇല്ലാണ്ടായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളും പ്രശ്നങ്ങളും പറയാൻ പറ്റിയ ഒരാൾ മാത്രമായിരുന്നു. ഇനി അങ്ങനെ പറയാൻ ഒരാളില്ല. നമുക്കിപ്പം മകൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി മകൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ പോകാം. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും ഇല്ലേ, ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇല്ലേ, എന്തെങ്കിലും ഒരു രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ എണ്ണിച്ച് കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ ഇല്ലേ, അതെല്ലാം നമ്മുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോഴൊക്കെ നമ്മൾ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കും. ചുറ്റുപാട് ഒരുപാട് ആളുകളുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ആ ഒറ്റപ്പെടൽ അനുഭവിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു യാത്രയെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. മനസ്സിലെ കുറേ ചിന്തകൾ അല്ലെങ്കിൽ പിരിമുറുക്കങ്ങളൊക്കെ നമുക്ക് കുറയും. പിന്നെ ഇപ്പം പ്രായം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്ന രീതിയിൽ ഒന്ന് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. ട്രെയിനിലാണെങ്കിൽ തന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് കയറുകയാണെങ്കിൽ ഇവിടെ പിറ്റേ ദിവസം സന്ധ്യ സമയത്തൊക്കെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ ട്രെയിൻ വല്ല ലേറ്റാണെങ്കിൽ പിന്നെ തീർന്നു അത്. പിന്നെ ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ടുള്ള വരവാണ് ഭയങ്കരമായിട്ട്. കാരണം അവിടെ ഭയങ്കര ചൂടാണ്. ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ടയർഡാകും. പക്ഷെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വന്നിരിക്കും. ഞാനൊന്ന് മാക്സിമം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മറ്റൊരു കോൾ വന്നു, അതുകൊണ്ട് കട്ട് ആക്കേണ്ടി വന്നു. എങ്കിലും അടുത്ത ദിവസം വിളിക്കുമ്പോഴും ഞാൻ പറയും വാ എന്ന് പറയും. കാരണം ആ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു മാറ്റമൊക്കെ അത്യാവശ്യമാണ്. വരട്ടെന്നേ, ഒന്ന് സംസാരിക്കുക. എന്തായാലും സ്വന്തം ആളുകളെയൊക്കെ ഒന്നുകൂടെ കാണുക. പണ്ട് ജീവിച്ചിരുന്ന ഈ നാട്ടിലൂടെ ഒന്ന് നടക്കുക, അതൊക്കെ വലിയൊരു കാര്യമല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആളുകളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതൽ സംസാരിക്കുക, നാട്ടിലുള്ള വിശേഷങ്ങൾ മൊത്തം ചോദിച്ചറിഞ്ഞ് ഇന്ന ആൾക്കാരിപ്പം ജീവിച്ചിരിപ്പുണ്ടോ, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പം വെളിയിൽ നിന്ന് എല്ലാവരുടെയും വീടിൻ്റെ വാതിൽക്കൂടെ റോഡുണ്ട്. അപ്പോൾ
വാതിൽക്കൽ ഇരുന്ന് എല്ലാവരോടും സംസാരിക്കുമ്പോഴത്തേക്ക് റോഡിൽ കൂടെ ആരെങ്കിലും പോകുമ്പോഴത്തേക്കും ഇന്ന ആളല്ലേ ഇരിക്കുന്നത് ആശാട്ടി എന്ന് വിളിച്ചുകൊണ്ട് വരാൻ ആരെങ്കിലും കാണും. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ, അപ്പം ഈ ആശാട്ടി എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ അപ്പച്ചിക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം അക്ഷരം പഠിപ്പിച്ച ഒരു ആളെന്നുള്ള. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ആ മനസ്സിലിങ്ങനെ സ്നേഹവും അതിനോടൊപ്പം ബഹുമാനം കിട്ടുന്നതിൻ്റെ ആ ഒരു സന്തോഷം അല്ലേ, മനസ്സിങ്ങനെ എന്താ പറയുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരവസ്ഥയായിരിക്കും. ആ ഒരു ടൈമിലൊക്കെ എന്താണ്, ആ ഉള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് കുറഞ്ഞു പോകുന്ന ഒരു സ്റ്റേജിലെത്തും. നന്നായിട്ട് ശരീരവും മനസ്സും റിഫ്രഷ് ആകും. തീർച്ചയായിട്ടും ആ ഒരു യാത്ര വേണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കും എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം അത് ആവശ്യമാണ്. കാരണം നമ്മളൊരാൾ പറയാനില്ലെങ്കിൽ, ഇങ്ങനെയൊന്നും നിർബന്ധിക്കാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വരില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് പണ്ടേ ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഒരാളുടെ മനസ്സിൽ ഇന്ന ഒരു ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ, അത് നല്ലൊരു ആഗ്രഹമാണ്, അത് നടക്കുന്നത് കൊണ്ട് നല്ലതാണെന്ന് മനസ്സിലായി ഞാൻ എങ്ങനെയെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് ആ കാര്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അത്രയ്ക്ക് ഞാൻ അവരുടെ കൂടെ നിൽക്കും. എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞ പോലെ, നീ ധൈര്യമായിട്ടിറങ്ങ്, ഞാൻ നിൻ്റെ പിന്നിലൊരു മല പോലെ കാണും എന്ന് പറഞ്ഞു. അത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവനേതായാലും അത് ഇറങ്ങി ഇന്ന് അതിൽ വലിയ വിജയമായി അവനൊപ്പം ഉണ്ട്. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും നമുക്കൊരു സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. ഇപ്പം അപ്പച്ചിക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഒരാളെങ്കിലും ധൈര്യമായിട്ട് വാ, അങ്ങനെയൊക്കെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഒരു ധൈര്യം കൂടും. ഇല്ല എല്ലാവരും ഈ സമയത്ത് അല്ലെങ്കിൽ അസുഖമുള്ളതല്ലേ എങ്ങനെ യാത്ര, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള സമാധാനം കൂടെ അപ്പച്ചിയുടെ പോകും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് അപ്പച്ചിയുടെ മനസ്സൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചിന്തിക്കും. കാരണം നമ്മുടെയൊക്കെ വാക്കുകൾ ചിലരൊന്നും അങ്ങനെ തട്ടിക്കളയച്ചാൽ, എന്നാൽ മിക്കവാറും പേര് അങ്ങനെ തട്ടിക്കളയത്തില്ല. പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ വാക്കിനൊരു വിലയൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. അപ്പം ചിന്തിക്കട്ടെ. മാക്സിമം ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുത്താൻ. നാട്ടിലേക്ക് വന്ന് കുറച്ച് നാൾ നാട്ടിലേക്ക് നിന്നിട്ട് തിരിച്ചു പോട്ടെ. എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്. ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുക. ഇപ്പം മക്കളുടെ വീട് ദൂരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോവുക. ആരെങ്കിലും കൂട്ടിന് പേടിയുണ്ടോ ഒറ്റയ്ക്ക് പോകാൻ, എങ്ങനെ ആരെങ്കിലും കൂട്ടിന് വിളിക്കുക, അല്ലെങ്കിൽ മക്കളോട് വിളിച്ചിട്ട് പറയാം, ഇവിടെ ഒന്ന് വാ, എനിക്ക് അങ്ങോട്ട് വന്ന് ഒരു ദിവസം അവിടെ നിങ്ങളോട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളുടെയൊക്കെ വീടുകളിൽ ഓരോ ദിവസം ഇടയ്ക്കൊക്കെ പോകണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരിക്കലും മോശമായ അവസ്ഥ ഉണ്ടാവില്ല, നല്ലതേ ഉണ്ടാവുള്ളൂ. പിന്നെ ശാരീരികമായിട്ട് ഇപ്പം തേയ്മാനം, കാലും മുട്ടിന് തേയ്മാനം അങ്ങനെയുള്ളവരൊക്കെ നടപ്പ് കുറയ്ക്കാൻ ഒക്കെ ശ്രദ്ധിക്കുക. അതിനൊപ്പം വെയിറ്റും കുറയ്ക്കുക. വെയിറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. വെയിറ്റ് കൂടാതിരിക്കുന്നതാണ് പ്രായം കൂടുന്തോറും നല്ലത്. ഇല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാലിനൊക്കെ വേദന തുടങ്ങും. അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ കാലിന് വേദനയാണ്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ഒന്ന് കുറച്ച് നോക്കി, ആ കാലുവേദനയൊക്കെ ഒരു വഴിക്ക് കൂടെ അങ്ങ് പോകും. ചിലർ കണ്ടിട്ടില്ലേ, പ്രായമാകും തോറും സ്ലിമ്മായി വരും. അവർ ആ കൺട്രോൾ ചെയ്യും. അവർക്ക് നടക്കുന്നതിനൊന്നും ഒരു വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. സ്വാഭാവികമായിട്ടുള്ള മുട്ടുവേദന അതൊക്കെ ഉള്ളത് നമ്മളെ പ്രായത്തിൻ്റെ പ്രശ്നം. അല്ലാതെ വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അവരുടെ വണ്ണമില്ലായ്മ കൊണ്ടാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പം നല്ല വണ്ണക്കുറവാണ്. എന്നുവെച്ചാൽ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. ഒന്ന് വണ്ണം കുറവാണ് അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അമ്മ വണ്ണം ഒന്നും വേണ്ട എന്ന് പറയും. ഞാൻ ശരിയാ, വണ്ണം വേണ്ട എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നവർക്കൊക്കെ തോന്നും വണ്ണം ഒന്ന് കുറയ്ക്കണം, ഇടയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ പോകണം. നേരത്തെയൊക്കെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണമോ പെരവാസ്തോലിയോ എന്താണെന്നോ നിങ്ങൾക്ക് ഓരോരുത്തരും വിളിക്കുമ്പോൾ അവിടെയൊക്കെ പോവുക. ഞങ്ങൾക്ക് നാളെ ഒരു പെരവാസ്തോലി ഉണ്ട്, സ്പെഷ്യലായിട്ടുള്ള പെരവാസ്തോലിയാണ്. അപ്പോൾ അതിന് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എന്തായാലും പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു വേറൊരു ബന്ധവും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു ഒരു അംഗനവാടിയിലെ ടീച്ചറാണ്.
ഇനി എൻ്റെ മോൾക്ക് അവിടെ പോയി പഠിക്കണ്ട. ഞങ്ങൾ ഭയങ്കര ഒരു കമ്പനി ഉള്ളതാണ്. വെച്ചാൽ ഈ അമൃതം പൊടി വാങ്ങിക്കാനൊക്കെ പോകുന്നത് നമ്മൾ സംസാരിക്കും. നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹം ഉള്ള ടീച്ചറാണ്. അപ്പം എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. മഴയൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്തേണ്ടേ, ഇന്നൊന്നും വലിയ മഴയൊന്നും ഇല്ല. ആകെ ഭയങ്കര ചൂടാണ്. വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് കാലാവസ്ഥ. ചൂടൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എങ്ങും വെള്ളോട്ട് ഇറങ്ങാതിരിക്കല്. വെള്ളോട്ടൊക്കെ ഇറങ്ങുക, എല്ലാവരും നടക്കുക. കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ കുറേ നേരം അതൊക്കെ സംസാരിക്കുക. ഓക്കെ.